വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ച്. എന്താണ് യൂറിക് ആസിഡ്? നിങ്ങൾ എന്തുകൊണ്ടാണ് യൂറിക് ആസിഡിനെ ഭയക്കുന്നത്? നമുക്ക് പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് നമ്മൾ റെഡ് മീറ്റ്, ചിക്കൻ, മുട്ട അങ്ങനെയുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് ഗ്ലൂക്കോസ് കൺസംഷൻ നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അതായത് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഇഡ്ലി, ദോശ, ചോറ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട്, പിന്നെ കോള ഡ്രിങ്ക്സ്, സ്വീറ്റ് ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെഡിസിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മെഡിസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ ഫുഡ്സ് നിങ്ങളുടെ മീലിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങളെ മീലിൽ ഉൾപ്പെടുത്തും പോലെ നിങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളും ഉണ്ട്. അതായത് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആയി മാറാത്ത ഭക്ഷണങ്ങൾ, അത് പഞ്ചസാര അടങ്ങാത്തതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ മീലിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫാറ്റി ലിവർ, പൊണ്ണത്തടി ഉള്ളവർക്ക്, പിന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കാണ് ഇപ്പൊ കൂടുതലും യൂറിക് ആസിഡ് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആൽക്കഹോളിക് ഫ്രീ ആവുക. അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക. ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ യൂറിക് ആസിഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പ്രോട്ടീനെ, റെഡ് മീറ്റിനെ, മറ്റ് പ്രോട്ടീൻ ആഹാരങ്ങളെയൊന്നും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.